ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഒരു അട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ. എല്ലാവർക്കും അട ഉണ്ടാക്കുന്നത് അറിയാമെങ്കിലും ഇതുപോലെയൊന്നും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ആദ്യമേ നമ്മൾ ശർക്കര പാനി അടുപ്പ് വെച്ച് അതിനകത്ത് ഒന്ന് പറ്റിച്ചെടുക്കുക. അത് ഒരുമാതിരി ആയി കഴിയുമ്പോഴത്തേക്ക് ആ ശർക്കര പാനിക്കകത്തോട്ട് നമുക്ക് ഏത്തയ്ക്ക ചെറിയ ചെറിയ പീസാക്കി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് കിടന്ന് ഇതൊന്ന് വേകണം. വെന്ത ശേഷം അത് കുറച്ച് നേരം നമുക്ക് ഒരു തീരെ അങ്ങ് വെള്ളമൊന്നും പറ്റിയൊന്നും പോകണ്ട. വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. തേങ്ങ ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി അതൊന്ന് വഴന്ന് അതൊരു പരുവായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് അവലിട്ട് കൊടുക്കുക. അവൽ നല്ലതായിട്ടൊന്ന് ഇളക്കി അത് ഒന്നിലൊന്ന് യോജിച്ച് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നമുക്ക് ഏലക്കാപ്പൊടി ഇടണം. ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് അത് സ്കിപ്പായിപ്പോയെന്ന് തോന്നുന്നു. അപ്പം അതും കൂടി ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി എടുക്കണം. നല്ലതായിട്ട് ഇളക്കിയിട്ട് ആദ്യമേ തന്നെ ഞാൻ ഏലക്കാപ്പൊടി ഇട്ടായിരുന്നു. ശർക്കര പാനിക്കകത്തോട്ട് തന്നെ ഏലക്കാപ്പൊടി ഇടുമ്പോഴത്തേക്ക് എല്ലായിടത്തും ആകും. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് വേണമെങ്കിൽ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ആട്ടായോ എന്ത് വേണേലും നമുക്ക് പരത്തിയിട്ട് അതിനകത്തോട്ട് ഫില്ലിങ് വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. ഏറ്റവും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്. അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.